ഈസ്റ്റർ പ്രവൃത്തി ദിനമെന്ന ഉത്തരവ് തിരുത്തി സംസ്ഥാന സർക്കാർ. സാമ്പത്തിക വർഷത്തെ അവസാന ദിനമാകയാൽ ഞായറാഴ്ചത്തെ അവധി ഒഴിവാക്കിയിരുന്നു. ഇത് ക്രൈസ്തവർക്കെതിരായ നീക്കമെന്ന ആരോപണം ശക്തമായതോടെയാണ് ഉത്തരവ് തിരുത്തിയത്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും മണിപ്പൂർ സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വിവാദമായ ഉത്തരവാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, വിവാദമായ ഉത്തരവ് തിരുത്താൻ മണിപ്പൂർ സർക്കാർ തയ്യാറായിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് മണിപ്പൂരിലെ BJP സർക്കാരിനെതിരെ ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ബിരോൺ സിംഗ് സർക്കാരിനെതിരെ BJP നേതാക്കൾ ഉൾപ്പെടെ ഈ നടപടികൾ തിരുത്തണം, ഇത് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് 30-31 തീയതികളിൽ അത് പ്രവൃത്തി ദിവസമായിരിക്കും എന്ന് നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കില്ല, ശനിയാഴ്ച മാത്രമേ പ്രവൃത്തി ദിവസമാകൂ എന്ന് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നു. അവിടുത്തെ ഗവർണർ അനുസൂയ ഉൽക്കയ്ക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി അഗ്നോം ഹീര സിംഗ് ആണ് ഈ പുതിയ ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ഇറക്കിയ ഉത്തരവിൽ പൊതുമേഖല, സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ സൊസൈറ്റികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമാകും എന്ന് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ 30-31 തീയതികൾ പ്രവൃത്തി ദിവസമായിരിക്കും എന്നായിരുന്നു ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. VD സതീശനും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഈ നടപടി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. മണിപ്പൂരിൽ നമുക്കറിയാം, അവിടെ ഏതാണ്ട് 28 ലക്ഷം ജനങ്ങളാണ് ഉള്ളത്. അതിൽ 11 ലക്ഷം ജനങ്ങൾ 11.5 ലക്ഷത്തിലധികം ജനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ കുക്കി, സോ, നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ക്രൈസ്തവ വിശ്വാസികളായുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡിജീനിയസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം എന്ന ഒരു സംഘടന, അതായത് എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സംഘടന ഈ നടപടി പുനഃപരിശോധിക്കണം, ഇത് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തും എന്ന തരത്തിൽ അവിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ സംഘടനയുടെ, അതായത് ITLF-ന്റെ വക്താവ് ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവനയിൽ സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ നാഗ സമൂഹത്തിൻ്റെ പ്രതിനിധിയായ പൗമ നാഗിയും ഈ സർക്കാരിൻ്റെ, ബിരോൺ സിംഗ് സർക്കാരിൻ്റെ ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ആ ആവശ്യം അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. നന്ദി മനു. കേരളം